വളരെ സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഇന്ന് തയ്യാറാക്കിയാലോ. അതിനായി ഞാൻ 2 വലിയ കിഴങ്ങും ഒരു ചെറിയ കിഴങ്ങും കൂടി എടുത്ത് വേവിക്കാൻ വെച്ചു. ഒരു ക്യാരറ്റ് ഈ സൈസിൽ അരിഞ്ഞു വെച്ചു. 2 ടീസ്പൂൺ ഗ്രീൻ പീസും ഒരു 3 പച്ചമുളകും ഞാൻ അതിനായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി 1.5 ടേബിൾ സ്പൂൺ എണ്ണയും ഒരു മീഡിയം സൈസ് സവോളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 3 ചെറിയ കറുവാപ്പട്ടയുടെ പീസ്, 3 ഗ്രാമ്പു, 2 ചെറിയ തക്കോലം. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം എന്നിവ ചേർക്കാം. ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2ആയി കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഒരു വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ച് വെച്ചതാണിത്. ഇനി അത് ഇതിലേക്ക് ചേർക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കിഴങ്ങ് തൊലി കളഞ്ഞ് ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ഞാൻ പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് കുഴച്ച് വെച്ചതാണ്. ഇനി ഈ കിഴങ്ങും കൂടെ പാത്രത്തിലേക്കിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കിഴങ്ങെല്ലാം ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുകയാണ്. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഞാൻ 1 ബൗൾ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഈ തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കരുത്. ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്യുക. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയം ചേർത്തിട്ടുണ്ട്. രുചികരമായ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം നമുക്ക്. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കണമേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് ഞാനിവിടെ പൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൂരിയുടെ കൂടെയാണ് ഞങ്ങളിന്നിവിടെ ഇത് കഴിക്കുന്നത്. ഓക്കെ, താങ്ക് യു.